മാം എങ്ങനെയാണ് എല്ലാ ചികിത്സാ രീതികളെയും നോക്കിക്കാണുന്നത്? അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 2001 മുതൽ ആയുർമന്ത്രയിൽ സമഗ്ര ചികിത്സയാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതിൽ തന്നെ പല രോഗങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നമ്മൾക്കിവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ കേസ് സ്റ്റഡിയും പഠിച്ച് നമ്മൾ ഏത് കോമ്പിനേഷനാണ് ഇത്തരം രോഗത്തിന് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു റിസർച്ചായിട്ട് തന്നെ നമ്മൾ നടത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം രീതിയിൽ ചിലപ്പോൾ ഇപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ടും ചെയ്യുന്ന ചികിത്സ അക്യുപങ്ചർ ട്രീറ്റ്മെൻ്റ് ആണ്. എല്ലാ മരുന്നുകളുടെ കൂടെയും കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ ചികിത്സ. അപ്പോൾ അലോപ്പതി ചികിത്സയിൽ ഒരു മരുന്ന് കഴിക്കുന്ന രോഗിക്കും മരുന്ന് ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാലും ക്രോണിക് ഡിസീസ് ആയാലും ഭാവിയിൽ മരുന്നിൻ്റെ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശമുള്ള ഏതൊരാൾക്കും ഈ ഒരു കോമ്പിനേഷൻ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫൈബ്രോയിഡ് പോലെയുള്ള, അതുപോലെ വെരിക്കോസ് അൾസർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് പല മരുന്നുകൾ ആയുർവേദ കോമ്പിനേഷൻ്റെ കൂടെ തന്നെ നമുക്ക് അക്യുപങ്ചറിനെയും കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നു. അതേപോലെ നടുവേദന അക്യൂട്ടായിട്ടുള്ളത് ക്രോണിക് ആയിട്ടുള്ള നടുവേദന ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇൻഫ്ലമേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അക്യുപങ്ചർ തെറാപ്പി പോലെ സ്വീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ പെയിനെ കുറച്ച് അടുത്തതായിട്ട് ആയുർവേദത്തിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരം രീതിയിലാണ് നമ്മൾ ഓരോ സിസ്റ്റത്തിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആയുർമന്ത്രയിൽ വളരെ സ്പീഡി റിക്കവറി പല രോഗങ്ങൾക്കും ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്.